ഹല്ലേലൂയ. हालेलुया। ഈ നല്ല ദിവസത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. परमेश्वर के नाम की इस समय में स्तुति और धन्यवाद करता हूँ എല്ലാവരെയും കർത്താവ് യേശുവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. और प्रभु यीशु मसीह के नाम से सभी को प्रेम भरा अभिवादन ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ എല്ലാവർക്കും അത് സ്ഥലങ്ങളിലിരിക്കാം. और विश्वास के साथ प्रार्थना के साथ सभी प्रभु की उपस्थिति में बैठे हैं। ഇന്നലെയും ഇന്നുമായി നടക്കുന്ന മീറ്റിംഗുമായി ബന്ധപ്പെട്ട് और कल और आज होने वाली इन सभाओं में പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ്. പ്രാർത്ഥനാ മുറിയിൽ ഇടപെട്ട വചനങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. और प्रार्थना के कमरे में जो परमेश्वर का आत्मा मुझे देता है उन्हीं सब बातों को मैं यहाँ पर बोल रहा हूँ और वही भविष्यवाणियाँ यहाँ हो रही है। ഇന്നലെ എൻ്റെ ചിന്തയിൽ ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂറോളം യാത്ര ചെയ്ത മറ്റൊരു സ്ഥലത്തായിരുന്നു മീറ്റിംഗ്. और कल यहाँ से कुछ 1 घंटे की दूरी की यात्रा में जाकर ही सभा थी। ഹല്ലേലൂയ. മറക്കാത്ത ദൈവം അഥവാ ഓർക്കുന്ന ദൈവം എന്ന സന്ദേശമായിരുന്നു ഇന്നലെ കർത്താവ് നമ്മളോട് സംസാരിച്ചത്. और कल परमेश्वर ने हमसे इस प्रकार बातचीत किया कि ना भूलने वाला परमेश्वर या हमें स्मरण रखने वाला परमेश्वर। ഇന്നിവിടെ കടന്നു വരുന്നവരോട്, ലൈവിൽ കാണുന്നവരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, और आज जो परमेश्वर का आत्मा यहाँ जो बैठे हैं उनसे बातचीत करने जो जा रहा है और जो यहाँ लाइव देख रहे हैं उनसे जो बातचीत करने जा रहा है, അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ദൈവം. അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ദൈവം. और असंभव को संभव करने वाला परमेश्वर। ആമേൻ. आमेन। എല്ലാരേക്കാളും और വലിയവനാണ് യേശു. सबसे बढ़कर है यीशु मसीह। രോഗത്തെക്കാൾ, बीमारी से, ക്ഷാമങ്ങളെക്കാൾ, अकाल से, ബന്ധനങ്ങളെക്കാൾ, बंधनों से, പൈശാചികമായ അറ്റാക്കുകളെക്കാൾ, शैतानिक उस घात से, എല്ലാത്തിനേക്കാളും വലിയതാണ് യേശു. उन सब से बड़ा है यीशु मसीह। നിങ്ങൾക്ക് വലുതായി ഒന്നും അറിഞ്ഞാലും ഇല്ലേലും आप चाहे बड़ा किसी बात को देखे या ना देखे, യേശുവിന്റെ നാമത്തെ നിങ്ങൾ ഉയർത്തുന്നവരാണെങ്കിൽ, यीशु मसीह के नाम को यदि आप ऊंचा करने वाले ആ हैं, നാമത്തിന് തക്ക മഹത്വം കൊടുക്കുന്നവരാണെങ്കിൽ, उस नाम के निमित्त यदि आप महिमा देने वाले हैं, നാമത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊടുക്കുന്നവരാണ്, यदि उस नाम को आप पहली प्राथमिकता अपने जीवन में നിങ്ങളുടെ देते हैं, तो ജീവിതങ്ങളിലുള്ള അസാധ്യതകളെ സാധ്യമാക്കി അവൻ തീർക്കും. आपके जीवन के असंभव को संभव में वो बदल देगा। ഏറ്റവും കുറഞ്ഞത് सबसे कम 4 രീതിയിൽ ദൈവം ഇടപെടും. 4 तरीके से परमेश्वर बातचीत ഒന്ന്, करता है। ദൈവം നേരിട്ട് ഇടപെടാം. पहला, परमेश्वर सीधा बातचीत करता है। രണ്ടാമത്, അഭിഷിക്തന്മാരിലൂടെ ഇടപെടാം. दूसरी बात, परमेश्वर अभिषिक्तों के द्वारा बातचीत करता है। മൂന്നാമത്, ദൈവവചനത്തിലൂടെ ഇടപെടാം. तीसरी बात, परमेश्वर अपने वचन से बातचीत करता है। നാലാമത്, ഒന്നിലധികം സ്വപ്നങ്ങൾ നമ്മളെ കാണിച്ച് സ്വപ്നത്തിലൂടെ ഇടപെടാം. चौथी बार, एक से ज्यादा स्वप्नों को दिखाकर वो हमसे स्वप्न में बातचीत करता है। ഹല്ലേലൂയ. മിക്ക ആളുകളോടും ഹല്ലേലൂയ കർത്താവ് ഇടപെടുന്നത് വചനത്തിലൂടെയാണ്. और हर एक ज्यादा लोगों से परमेश्वर जो बातचीत करता है वो वचन के द्वारा है। വചനത്തിന് ദൈവത്തോളം പ്രാധാന്യമുണ്ട്. और वचन को परमेश्वर की जितनी महत्व है, കാരണം ബൈബിൾ പറയുന്നു ദൈവത്തിന്റെ ശ്വാസത്താൽ ഉളവായതാണ് ദൈവവചനം. कारण कि परमेश्वर का वचन कहता है कि परमेश्वर के श्वास के द्वारा तैयार हुआ है ये परमेश्वर का वचन। വചനത്തിന് മാറ്റമില്ല. वचन में कोई बदलावट नहीं है, വചനം വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. लेकिन वचन पे विश्वास करने वालों के जीवन में बदलावट आता है। ഹല്ലേലൂയ. जोर से बोले हालेलुया। ഇവിടെ ഒത്തിരി പേരിരിപ്പുണ്ട്. यहाँ पर बहुत से लोग बैठे വേറെ हैं, സ്ഥലങ്ങളിൽ ഒത്തിരി പേരിരിപ്പുണ്ട്. दूसरे स्थानों पे भी बहुत से लोग बैठे हैं। എല്ലാവരെയും എഴുന്നേൽപ്പിച്ചൊരു പേഴ്സണൽ പ്രൊഫസി ഒരു പ്രവാചകനെ കൊണ്ടും എല്ലാവരോടും ഒരു ടൈമിൽ ഒറ്റ സമയത്ത് പ്രവചിക്കാൻ കഴിയത്തില്ല. और हर एक जनों को उठा के एक ही समय में और सबसे भविष्यवाणी करने के लिए किसी भी भविष्यता से नहीं हो सकता। പക്ഷേ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഇടപെടും. लेकिन परमेश्वर का आत्मा वचन से बातचीत करता है। ആരോടാണ് ദൈവം സംസാരിക്കുന്നത്? और किससे है ये परमेश्वर बातचीत ഹൃദയം करता? തകർന്നവരോട് ദൈവം ഇടപെടും. और टूटे हुए मन वालों से परमेश्वर बातचीत करता है। വിശ്വാസമുള്ളവരോട് ഇടപെടും. विश्वास करने वालों से बातचीत करता है। വചനത്തോട് പ്രതികരിക്കുന്നവരോട് കർത്താവ് ഇടപെടും. वचन के साथ प्रतिक्रिया करने वालों से परमेश्वर बातचीत करता है। ദൈവവചനം റിസീവ് ചെയ്യുന്നവരുടെ മേൽ, അത് വിശ്വസിച്ചേറ്റെടുക്കുന്നവരുടെ മേൽ, परमेश्वर के वचन को जो ग्रहण करते हैं और विश्वास के द्वारा जो से स्वीकारते हैं उनके ऊपर, അവരുടെ മേൽ ദൈവം ചിലത് പകരും. उनके ऊपर परमेश्वर कुछ उंडेलता है। ഹല്ലേലൂയ. ആരാണോ റിസീവ് ചെയ്യുന്നത്
कौन इसे ग्रहण करता है അവരുടെ മേൽ പകരപ്പെടും. उसके ऊपर ये उंडेला जाता है ആരാണോ റിസീവ് ചെയ്യുന്നതെന്ന് कौन इसे ग्रहण करता है ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാൽ അറിയാം. और उनकी बैठकी देख के समझ में आ जाती है ഹല്ലേലൂയ. हालेलुया പ്രാപിക്കാൻ വന്നവരുണ്ട്, प्राप्त करने आने वाले लोग കേൾക്കാൻ हैं വന്നവരുണ്ട്. सुनने आए लोग हैं देखने आए लोग हैं എന്നാൽ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ തന്നെ പ്രാപിക്കാൻ വന്നവരുണ്ട്. लेकिन इसे देखते सुनते समय ग्रहण करने वाले भी लोग हैं പ്രാപിക്കാൻ വന്നവർ और ऐसे लोग जो प्राप्त करने आए हैं സ്തുതിച്ചുകൊണ്ടേയിരിക്കും. वो ध्यान देते ही रहेंगे അവരോട് തലയിൽ കൈവച്ച് ദൂത് പറഞ്ഞാലും ഇല്ലേലും, उनके सिर पे यदि हाथ रख के संदेश बोला जाए या ना बोला जाए പേര് പറഞ്ഞാലും उनका ഇല്ലേലും, नाम बोले या ना बोले ഒരു വചനം ഇടപെടുമ്പോ एक वचन जब उनसे बातचीत करता അത് है ദൈവശബ്ദമാണെന്ന് वो തിരിച്ചറിയുമ്പോ परमेश्वर का शब्द आवाज है ये जब वो पहचान लेते हैं ആര് പ്രതികരിച്ചാലും ഇല്ലേലും അങ്ങനെയുള്ളവർ പ്രതികരിക്കുമ്പോ तो चाहे कोई भी प्रतिक्रिया करे या ना करे ऐसे लोग जब प्रतिक्रिया ആ करते हैं വചനം അവരുടെ മേൽ പ്രവചനമായി ഇറങ്ങി तो വരും. वो वचन उनके ऊपर भविष्यवाणी बन के आ जाता है ഹല്ലേലൂയ. जोर से बोले हालेलुया വ്യക്തിപരമായ പ്രവചനങ്ങൾ നടക്കാൻ व्यक्तिगत भविष्यवाणियां होने के लिए ആ വ്യക്തിയുടെ സമർപ്പണം വേണം, ആ സമർപ്പണം തുടരണം. उस व्यक्ति का समर्पण की जरूरत है और वो समर्पण निरंतर होते रहना ഹല്ലേലൂയ. जोर से बोले हालेलुया ദൈവം നേരിട്ട് സംസാരിച്ചാലും परमेश्वर यदि सीधा बातचीत करे तो भी, പ്രവാചകന്മാരിലൂടെ സംസാരിച്ചാലും भविष्यताओं के द्वारा यदि बातचीत करे तो भी, ദൈവവചനത്തിലൂടെ സംസാരിച്ചാലും परमेश्वर अपने वचन से बातचीत करे तो भी, സ്വപ്നങ്ങളിലൂടെ ഇടപെട്ടാലും स्वप्न से बातचीत करे तो भी വിശ്വസിച്ചാലേ ദൈവപ്രവർത്തി കാണത്തുള്ളൂ. यदि आप विश्वास करेंगे तभी परमेश्वर के कामों को देख पाएंगे ഹല്ലേലൂയ. വാഗ്ദത്തം കേൾക്കുന്നതിന് മുമ്പുള്ളതിനേക്കാൾ, प्रतिज्ञा सुनने से पहले ഹല്ലേലൂയ, ഹല്ലേലൂയ, വാഗ്ദത്തം കേൾക്കുന്നതിന് മുമ്പുള്ളതിനേക്കാൾ വാഗ്ദത്തം അഥവാ പ്രൊഫറ്റിക്കൽ വേർഡ്, പ്രവചന ശബ്ദം കേട്ടതിന് ശേഷം ചരട ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഹല്ലേലൂയ ശക്തമാകാറുണ്ട്. और प्रतिज्ञा सुनने से पहले या प्रतिज्ञा सुनने के बाद भविष्यवाणियां सुनने के बाद भी किसी के जीवन में कुछ विपरीत परिस्थितियां आती है എന്നാൽ അകത്ത് ദൈവശബ്ദം കേട്ടവരുടെ പ്രത്യേകത, लेकिन जिन्होंने अंदर में परमेश्वर की आवाज को सुना है ചിലർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ്. वो दूसरों से बिल्कुल अलग हैं അവർക്കറിയാം ഈ പ്രതികൂലം ഉണ്ടാകാൻ കാരണം, उन्हें मालूम है कि ये विपरीत परिस्थिति आने का ഈ कारण പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ये കാരണം समस्या आने का कारण ഞാൻ കേട്ട ദൈവത്തിന്റെ ആ പ്രൊഫറ്റിക്കൽ അഥവാ ദൈവശബ്ദം നിമിത്തമാണ്. मैंने जो परमेश्वर की आवाज सुनी है उसके निमित्त है ആ ശബ്ദം പറഞ്ഞ ആള് और वो बोला व्यक्ति കർത്താവായ യേശു ക്രിസ്തു और प्रभु यीशु मसीह അവിടുത്തെ മഹത്വത്തിനായി എന്നോട് പറഞ്ഞ കാര്യങ്ങൾ वो अपनी महिमा के लिए जो बातें मुझसे बोला है അത് നിറവേറ്റാൻ ശക്തനാണ്. वो पूरा करने में सामर्थ्य है അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് അവർ അതിനോട് और പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. ऐसा विश्वास करके वो उसके साथ प्रतिक्रिया करते ही रहते हैं നിങ്ങളുടെ ജീവിതത്തിൽ നടന്നതും നടക്കാൻ പോകുന്നതുമായ ഏത് പ്രവചനങ്ങളും आपके जीवन में जो हुई भविष्यवाणी या जो होने वाली भविष्यवाणी कोई भी चाहे क्यों ना हो, ഏത് അത്ഭുതങ്ങളും चाहे कोई भी आश्चर्य कम क्यों ना हो, അടയാളങ്ങളും चाहे चिन्ह चमत्कार हो, വീര്യപ്രവർത്തികളും चाहे साहसिक कार्य हो, നടന്നതും यदि जो हुआ है നടക്കാൻ और പോകുന്നതും जो होने वाला है അതിന്റെ അകത്തൊക്കെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. उसके ऊपर परमेश्वर की एक योजना है ഒന്നാമത്തെ പദ്ധതി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. पहली योजना यह है कि वो आपको स्थिर कर दे രണ്ടാമത് നിങ്ങളിലൂടെ അനേകർ യേശുവിനെ അറിയാൻ വേണ്ടി. दूसरी बात आपके द्वारा अनेक लोग यीशु मसीह को जाने ഹല്ലേലൂയ. जोर से बोले हालेलुया ചെറിയ വിടുതലെങ്കിലും നടന്നിട്ടുള്ളവരാണ് എന്നെ കേൾക്കുന്നത്. यदि छोटी छुटकारा हुए लोग यदि मुझे सुन रहे हैं വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ तो बड़े പോകുകയാണ്. आश्चर्य कर्म आपके जीवन में होने जा रहे हैं ഹല്ലേലൂയ. जोर से बोले हालेलुया ബൈബിൾ പറയുന്നു बाइबल बताती है രണ്ട് കൂട്ടറാണ് ഹല്ലേലൂയ ഈ ഭൂമിയിലുള്ളത്. दो प्रकार के झुंड इस पृथ्वी पर हैं ഒന്ന് സാത്താന്റെ രാജ്യത്തിലുള്ളവർ, पहला वो जो शैतान के राज्य के हैं രണ്ട് ദൈവരാജ്യത്തിൽ അംഗങ്ങളായവർ. दूसरा जो परमेश्वर के राज्य के अंग बन गए हैं ആ രണ്ട് കൂട്ടർ തമ്മിലാണ് ഫൈറ്റ് ഉള്ളത്. इन दोनों के बीच में ही लड़ाइयां हैं ദൈവരാജ്യവും സാത്താന്റെ രാജ്യവും തമ്മിൽ. परमेश्वर का राज्य और शैतान का राज्य നമുക്കൊരു രാജാവുണ്ട്. हमारा एक राजा है അവന്റെ രാജ്യത്വത്തിന് മാറ്റം വരികയില്ല. उसके राजत्व में कोई भी बदलावट नहीं അവൻ है രാജാതി രാജാവാണ്. वो राजाओं का राजा है അവൻ കർത്താതി वो കർത്താവാണ്. प्रभुओं का प्रभु है അവൻ അത്ഭുത वो മന്ത്രിയാണ്. अद्भुत मंत्री है അവൻ വീരനാം वो ദൈവമാണ്. वीर परमेश्वर അവൻ है നിത്യ वो പ്രഭുവാണ്. अनंत काल का पिता प्रभु അവൻ है സമാധാന वो പ്രഭുവാണ്. शांति का प्रभु है ഹല്ലേലൂയ. जोर से बोले हालेलुया അപ്പോൾ ദൈവരാജ്യത്തിന്റെ അകത്ത് तो परमेश्वर के राज्य के अंदर വരണമെങ്കിൽ यदि आना है രാജാവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി तो ഏറ്റുപറയണം. राजा को अपना उद्धार करता और प्रभु स्वीकार करना होगा ഹൃദയം കൊണ്ട്
ആ രാജാവിനെ വിശ്വസിക്കണം. और हृदय से उस राजा पे विश्वास करना വാ है। കൊണ്ട് ആ രാജാവിനെ ഏറ്റു പറയണം. मुंह से उस राजा का अंगीकार करना ആ है രാജാവിന്റെ ആ മഹത്വമാനായ രാജാവിന്റെ വചനങ്ങളെ പ്രമാണിക്കണം. और उस महिमा में राजा के वचनों को घोषणा करना है, उसे मानना है। അവിടുത്തെ ആത്മാവിന്റെ കൂടെ അഥവാ പരിശുദ്ധാത്മാവിന്റെ കൂടെ നമ്മൾ നടക്കണം. उसकी आत्मा अर्थात पवित्र आत्मा के साथ हमें चलना है। ഹല്ലേലൂയ. അങ്ങനെ ഒരാൾ നടക്കുമ്പോൾ यदि ऐसा एक व्यक्ति चलने लगे, സാത്താന്റെ രാജ്യത്തിലായിരുന്ന ഒരാൾ, ഇരുട്ടിന്റെ രാജ്യത്തിലായിരുന്ന ഒരാൾ ദൈവരാജ്യത്തിൽ വന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ കൂടെ നടക്കുമ്പോൾ, शैतान के राज्य में रहने वाला या अंधकार के राज्य में रहने वाला एक व्यक्ति यदि परमेश्वर के राज्य में आकर उसके साथ चलता है तो ഹല്ലേലൂയ, സാത്താന്റെ രാജ്യത്തിലുള്ളവർക്ക് ഇഷ്ടപ്പെടത്തില്ല. शैतान के राज्य वालों के पसंद नहीं आता। അവർ അതിന് നേരെ ഫൈറ്റ് ചെയ്യാം. वो उसके विरोध में हो सकता है कार्य करे। അവർ മരിച്ച വ്യക്തികളിലൂടെ അല്ല അറ്റാക്ക് ചെയ്യുന്നത്, वो मरे हुए लोगों के द्वारा अटैक नहीं करता है, वो ജീവനുള്ളവരിലൂടെയാണ്. जीवित लोगों के साथ करता है। ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതും ജീവനുള്ളവരിലൂടെയാണ്. पवित्र आत्मा भी जो कार्य करता है वो जीवित लोगों के द्वारा है। ദുരാത്മാവ് പ്രവർത്തിക്കുന്നതും दुष्ट ജീവനുള്ളവരിലൂടെയാണ്. आत्मा जो काम करते हैं वो भी जीवित लोगों के द्वारा है। പിശാച് ഒരു വ്യക്തിയുടെ മേൽ വരുന്നത് शैतान एक व्यक्ति के ऊपर जो आता है അറപ്പാനും മുടിപ്പാനും നശിപ്പിക്കുവാനുമാണ്. चोर चोरी करने, घात करने और हत्या करने को आता है शैतान। യേശു ഒരു വ്യക്തിയുടെ അകത്ത് और വന്നത് यदि यीशु एक व्यक्ति के अंदर जो आया അഥവാ വരുന്നത് या जो आता है ജീവൻ തരാൻ वो വേണ്ടിയാണ്. जीवन देने और बहुतायत का जीवन देने, സമൃദ്ധിയായ ജീവൻ തരാൻ വേണ്ടിയാണ്. बहुतायत का जीवन देने। ഹല്ലേലൂയ. जोर से बोले हालेलुया। യേശു നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ यीशु यदि आपके अंदर है നിങ്ങളുടെ അകത്ത് ജീവൻ तो ഉണ്ടാകും. आपके अंदर वो जीवन होगा, മരണമല്ല ജീവൻ. मृत्यु नहीं जीवन। ഹല്ലേലൂയ. हालेलुया। അടുത്തിരിക്കുന്നവരോടൊന്ന് പറയാവോ, ഞാൻ എൻ്റെ അകത്ത് യേശു ഉണ്ട്, അതുകൊണ്ട് എൻ്റെ അകത്ത് ജീവനുണ്ട്. और पास में बैठे व्यक्ति को जरा कहेंगे मुस्कुराकर, मेरे अंदर यीशु है इसलिए जीवन है। थोड़ा हिला के बोलिए, थोड़ा मुस्कुरा के बोलिए ഹല്ലേലൂയ. हालेलुया। അപ്പം മരിച്ചവർ ആരാണ്, ജീവനുള്ളവർ ആരാണെന്ന് നമ്മളെ കാണുമ്പോൾ അറിയണം. तो मरा हुआ कौन है और जिंदा कौन है जब हमें देखते हैं तो पता चल जाता ബൈബിൾ പറയുന്നു മരിച്ചവർ മൗനതയിലാണ്, है। बाइबल बताती है जो मृतक है वो चुपचाप रहते हैं, ജീവനുള്ളവരൊക്കെയും ദൈവത്തെ जो സ്തുതിക്കും. जीवित है वो परमेश्वर की स्तुति करते हैं। जोर से बोले हालेलुया। അവർ അവർ അത്ഭുതം കാണുമ്പോഴല്ല സ്തുതിക്കുന്നത്, वो आश्चर्य कर्मों को देखने के बाद नहीं स्तुति അവർ करते, അടയാളങ്ങൾ കാണുമ്പോഴല്ല സ്തുതിക്കുന്നത്, वो चिन्ह चमत्कारों के बाद स्तुति नहीं करते, അവരെപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കും. हमेशा स्तुति करते रहते हैं। അവർക്കറിയാം അവരുടെ രാജാവ്, അവരുടെ ഡാഡി ഉള്ളത് കൊണ്ട് ബോണസായി അത്ഭുതങ്ങൾ നടക്കും. उनको मालूम है कि उनका राजा है, उनका डैडी है, इसलिए बोनस के रूप में आश्चर्य कर्म होता ही रहेगा। ഹല്ലേലൂയ. जोर से। അത്ഭുതം നടന്നാലും ഇല്ലേലും എന്റെ സ്തുതി കുറയത്തില്ല. चाहे आश्चर्य कर्म हो या ना हो मेरी स्तुति कम नहीं പക്ഷെ होती, എന്റെ സ്തുതി ഹൃദയത്തിൽ നിന്നാണെങ്കിൽ, लेकिन मेरी स्तुति यदि हृदय से है, നിങ്ങളുടെ സ്തുതി ഹൃദയത്തിൽ നിന്നാണെങ്കിൽ, आपकी स्तुति यदि हृदय से है ആ സ്തുതി നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയിരിക്കും. तो वो स्तुति आपकी परिस्थितियों को बदल कर ही रहेगी। ഹല്ലേലൂയ. हालेलुया। അപ്പോൾ നിങ്ങളുടെ അകത്ത് യേശുവിന്റെ ജീവനുണ്ട്. तो आपके अंदर यीशु मसीह का जीवन है। യേശുവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് വചനങ്ങൾ പ്രമാണിച്ച് കർത്താവിന്റെ വരവിനായി ഒരുക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്ന നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ ജീവനുണ്ട്. यीशु मसीह की आज्ञा मानकर उसके वचन का पालन करके यीशु मसीह की आज्ञाओं को मानते हुए जो आप पवित्र आत्मा पे आश्रित होकर उसके अनुसार जीते हैं वो आपके अंदर जीवन है। ഹല്ലേലൂയ. जोर से बोले हालेलुया। നിങ്ങളുടെ അകത്ത് വന്ന ആ ആത്മാവിൽ ജീവനുണ്ട്. ദൈവത്തിന്റെ ആത്മാവിന്റെ ആ ജീവൻ നിങ്ങളുടെ അകത്തുണ്ട്. आपके अंदर जो आत्मा आई है, पवित्र आत्मा आई है, वो उसमें जीवन है। പലപ്പോഴും പക്ഷെ നമ്മുടെ ബുദ്ധിയുടെ ആലിയ ഒരു വ്യക്തിത്വം ഉണ്ട്, പുറമേ ഉള്ള മനുഷ്യൻ. और कई बार हमारी बुद्धि का एक व्यक्तित्व है, हमारा बाहरी मनुष्यत्व। ആലിയ ആത്മീയ മനുഷ്യനറിയാം, അകത്തെ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് അറിയാം എൻ്റെ അകത്ത് യേശുവിന്റെ ജീവനുണ്ട്. और आत्मिक मनुष्य को और नया जन्म पाए हुए मनुष्य को मालूम है कि मेरे अंदर यीशु मसीह का जीवन है। അപ്പോൾ തന്നെ നമ്മുടെ അകത്തൊരു പുറമേ ഉള്ള ഒരു മനുഷ്യനുണ്ട്. और उसी समय हमारे पास एक बाहरी मनुष्यत्व भी है। ആ മനുഷ്യനും ചില കാര്യങ്ങൾ അറിയാം. वो मनुष्य भी कुछ बातों को जानता है। ഇച്ചിരൂടെ പറഞ്ഞു വന്നാൽ, थोड़ा और बताऊं, ഉദാഹരണത്തിന് ഇദ്ദേഹം 20-ാം വയസ്സിലാണ് യേശുവിനെ സ്വന്തം രക്ഷിതാവെ സ്വീകരിച്ചതെങ്കിൽ, ഉദാഹരണം उदाहरण सोच लीजिए, इन्होंने यदि 20 साल में यीशु मसीह को ग्रहण किया है तो 20 വർഷം മുമ്പുള്ള അറിവുകൾ ഇതിന്റെ അകത്ത് കിടപ്പുണ്ട്. और 20 साल पहले का ज्ञान उसके अंदर पड़ा हुआ है। ഇതിനെയാണ് ബൈബിൾ കോട്ടകൾ, സ്ട്രോങ് ഹോൾസ് എന്ന് പറയുന്നത്. इसी को वचन जो बताता है दृढ़गढ़ कहता है। दृढ़गढ़। 20-ാം വയസ്സിൽ കർത്താവിനെ രക്ഷിതാവായി और സ്വീകരിച്ചെങ്കിൽ 20 साल में यदि उसने उद्धारकर्ता यीशु मसीह को ग्रहण യേശുവിന്റെ किया ജീവൻ അകത്തുണ്ട്. तो यीशु मसीह का जीवन अंदर है। ഈ
ജീവനിൽ വളരണം. ये जीवन में बढ़ना है. അഥവാ പുറമേ ഉള്ള മനുഷ്യനെ ജയിച്ചു മുന്നേറണമെങ്കിൽ ആത്മീയ മനുഷ്യൻ ബലപ്പെടണം. या बाहरी मनुष्यत्व पे जयवंत होकर आगे बढ़ना है तो आत्मिक मनुष्य बलवंत होना है. ആത്മീയ മനുഷ്യൻ ബലപ്പെടുന്നത് ദൈവവചനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ, വചനത്തിന്റെ ഡിക്ലറേഷനിലൂടെ, ഇമാജിനേഷൻസിലൂടെ, സങ്കല്പങ്ങളിലൂടെയൊക്കെയാണ്. आत्मिक मनुष्य जो बढ़ता है उपवास है, प्रार्थना है, वचन है, वो आत्मिक बातों में और वो संकल्पों में, परमेश्वर के वचन में, उन बातों में वो बढ़ता है. കർത്താവിനെ അറിഞ്ഞതിനു ശേഷം പ്രശ്നങ്ങൾ ഉണ്ടാകത്തേ ഇല്ലെന്നല്ല. और प्रभु को ग्रहण करने के बाद समस्या नहीं होगी ऐसा नहीं है. അല്ലെങ്കിൽ കർത്താവിനെ അറിഞ്ഞ ശേഷമുള്ള പ്രത്യേകത, और प्रभु को जानने के बाद की विशेषता, കർത്താവിനെ അറിയുന്നതിന് മുമ്പേ ആ വിഷയത്തെ ഞാൻ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഫേസ് और ചെയ്തുകൊണ്ടിരുന്നു. प्रभु को जानने से पहले उन विषयों को आप अकेले उसका आमना सामना करते थे. പക്ഷെ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം लेकिन प्रभु को जानने के बाद നിങ്ങൾക്കറിയാം, आपको मालूम है നിങ്ങളുടെ കൂടെ ഒരാളുണ്ട്. आपके साथ एक व्यक्ति है. ഹല്ലേലൂയ. നിസ്സി യഹോവ എന്നാണ് അവന്റെ उसका പേര്. नाम यहोवा निसी है. അവൻ ജയക്കൊടിയാണ്. वो जय का झंडा है. അവൻ പരാജയത്തിന്റെ കൊടിയല്ല, वो पराजय का झंडा नहीं है. അവൻ ജയത്തിന്റെ वो കൊടിയാണ്. जय का झंडा है. അവൻ എന്റെ കൂടെ ഉള്ളത് वो കൊണ്ട് मेरे साथ है, इसलिए ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ मैं जिन समस्याओं के आमना सामना करता हूं ഓവർകം ചെയ്യാൻ उसको उस पार जीतने के लिए അവിടുത്തെ അഭിഷേകത്താൽ എനിക്ക് സാധ്യമാണ്. उसके अभिषेक के द्वारा मुझसे संभव है. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത്, നിന്നാൽ ഞാൻ പടക്കൂട്ടങ്ങൾക്ക് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കും. इसलिए बाइबल बताती है कि तेरे द्वारा मैं दीवार लांग जाऊंगा, मैं उस सेना को पार कर जाऊंगा. ആരിലൂടെയാണ് നമ്മൾ ഓവർകം ചെയ്യുന്നത്? किसके साथ हम उसे पार करते हैं? നമ്മുടെ അകത്ത് വന്ന ദൈവത്താൽ നമ്മൾ ചിലതിനെ ഓവർകം ചെയ്യാൻ हमारे പോവാ. अंदर आए परमेश्वर की आत्मा के द्वारा कुछ बातों को हम पार लगा देते നമ്മുടെ हैं. കഴിവ് കൊണ്ട്, മിടുക്ക് കൊണ്ട്, പ്രാപ്തി കൊണ്ട് ഒന്നും ചിലതിനെ ഓവർകം ചെയ്യാൻ കഴിയത്തില്ല. हमारी योग्यता, हमारी होशियारी और हमारे प्राप्त हुए बातों से हम उस बात को हासिल नहीं कर पाएंगे. പക്ഷെ എന്റെ ദൈവത്താൽ, നമ്മുടെ ദൈവത്താൽ നമുക്ക് ചിലതിനെ ഓവർകം ചെയ്യാൻ लेकिन കഴിയും. हम परमेश्वर के द्वारा कुछ बातों को जीत सकते हैं. മറക്കല്ലേ, അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ദൈവം. और असंभव को संभव करने वाला परमेश्वर. നമുക്ക് വായിക്കാം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 23 മുതൽ 26 വരെ. हम पढ़ेंगे प्रेतों के काम की किताब उसका 16 अध्याय और उसका 23 to 26, 23 മുതൽ 26 വരെ. 23 से लेकर 26 तक. ആ. बहुत बेत लगवाकर उन्हें बंदी गृह में डाल दिया और दरोगा को आज्ञा दी कि उन्हें चौकसी से रखे. उसने ऐसी आज्ञा पाकर उन्हें भीतर की कोठरी में रखा और उनके पांव काट में ठोक दिए. आधी रात के लगभग पौलुस और सिलास प्रार्थना करते हुए परमेश्वर के भजन गा रहे थे और कैदी उनको सुन रहे थे. इतने में एकाएक बड़ा भूकंप आया और यहाँ तक कि बंदी गृह की नींव हिल गई और तुरंत सब द्वार खुल गए और सबके बंधन खुल पड़े. सबके बंधन खुल पड़े. सबके बंधन खुल पड़े. ഹല്ലേലൂയ. हालेलुया. കർത്താവിനെ വിശ്വസിച്ചത് നിമിത്തം, प्रभु को विश्वास करने के निमित्त, കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്നത് നിമിത്തം, प्रभु के नाम को ऊंचा करने के निमित्त, നീ എവിടെയും ട്രാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ क्या कहीं आप यदि फंस गए हैं तो ആ ട്രാപ്പിനെ, ആ ബ്ലോക്കിനെ എന്റെ ദൈവം അഴിച്ചിരിക്കും. उस फंसे हुए बातों को, उस ब्लॉक को मेरा परमेश्वर खोल देगा. ഹല്ലേലൂയ. हालेलुया. യേശു നിമിത്തം നിങ്ങൾ ചില പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ടുണ്ടോ? यीशु के निमित्त यदि आप किसी विपरीत परिस्थिति में फंसे हैं तो, യേശുവിന്റെ നാമം നിമിത്തം നിങ്ങൾ ദുഷിക്കപ്പെടുന്നുണ്ടോ? यीशु मसीह के नाम के निमित्त यदि आप पर दोषारोपण हो रहा है ആ तो, നാമം നിങ്ങൾക്ക് വിടുതലാകാൻ वो പോകും. नाम आपके लिए छुटकारे का कारण बनने जा रहा है. ഹല്ലേലൂയ. जोर से बोले हालेलुया. ഇന്ന് കാരാഗ്രഹത്തിൽ കിടക്കുന്ന आज जो बंदी गृह में है ബെന്യാമിൻ ഗോത്രക്കാരനായ ശൗൽ എന്ന മറുപേരുള്ള പൗലോസ്, और बिन्यामीन गोत्र का शाऊल नाम वाला वो पौलुस, ഹല്ലേലൂയ, ഇതിനു മുമ്പ് ഈ മാർഗത്തിന് എതിര് നിന്ന ആളായിരുന്നു. और इससे पहले वो इस मार्ग के विरोध में था. പക്ഷേ ആ സമയത്ത് ആരും ഇദ്ദേഹത്തിന് എതിരില്ലായിരുന്നു. उस समय कोई भी इसके विरोध में ना था. എന്നാൽ കർത്താവിലായതിനു ശേഷം लेकिन प्रभु में होने के बाद, ആ നാമത്തെ ഉയർത്തുന്നത് കൊണ്ട്, उस नाम को ऊंचा करने के कारण, ഹല്ലേലൂയ, മറ്റു പലരും തനിക്കെതിരായി. और बहुत से लोग उसके विरोध में हो गए. ഹല്ലേലൂയ. ആ എതിരുകളെ ഒന്നും താൻ വകവെച്ചില്ല. और उन किसी विरोध को उसने ध्यान नहीं दिया. ഹല്ലേലൂയ. എതിർപ്പുകൾ ഉണ്ടേലും ഇല്ലേലും चाहे विरोध हो या ना हो, യേശുവിനെ വിശ്വസിക്കുന്നവരുടെ പ്രത്യേകത, यीशु मसीह पर विश्वास करने वाले की विशेषता, അവരുടെ സ്തുതി കുറയത്തില്ല. उनकी स्तुति कम नहीं होती. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമെന്ന് പറയുന്ന ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് असंभव को संभव करने वाला परमेश्वर इस विषय वस्तु से आज ദൈവാത്മാവ് പറയുക, परमेश्वर का आत्मा कह रहा है, എന്നിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ मुझ में विश्वास करने वाले परमेश्वर की संतान വിശ്വാസത്തിൽ തുടരുക. विश्वास में बढ़ते जाओ, വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്നത് തുടരുക. विश्वास के वचन बोलते जाओ, വിശ്വാസ
വിശ്വാസത്തിന് ഉതകുന്നത് മാത്രം കാണുന്നത് തുടരുക. विश्वास में सीमित होने वाली बातों को ही देखना शुरू करो. വിശ്വാസത്തിന് ഉതകുന്നത് മാത്രം കേൾക്കുന്നത് തുടരുക. विश्वास की बातों में सीमित होने वाली बातों को ही सुनना शुरू करो. സ്തുതിയും ആരാധനയും തുടരുക. स्तुति और आराधना में बढ़ो. അസാധ്യം സാധ്യമാകണമെങ്കിൽ असंभव यदि संभव होना है, സ്തുതിയും ആരാധനയും ഉണ്ടാകണം. स्तुति और आराधना होनी है. പ്രശ്നങ്ങളെ നോക്കിയല്ല സ്തുതിക്കേണ്ടത്. समस्याओं को देखकर स्तुति नहीं करना है. ആരാധനയ്ക്ക് യോഗ്യനെ നോക്കി ആരാധിക്കണം. आराधना के योग्य जो है उसको देखकर स्तुति करना है. ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ സ്തുതിക്കുമ്പോൾ പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറയുന്നത് പാട്ടുകൾ പാടുമ്പോൾ മാത്രമല്ല. आराधना और स्तुति कहने का मतलब प्रेज और वर्शिप जो है सिर्फ गीत गाना वो नहीं है. പാട്ട് പാടുമ്പോൾ മാത്രമല്ല, सिर्फ गीत गाते समय ही नहीं है. ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോഴും സ്തുതിയും ആരാധനയും ഉണ്ടാകണം. जब हम वचन सुनते हैं तब भी स्तुति और आराधना होनी है. സങ്കീർത്തനങ്ങൾ മുഴുവനും പാട്ടാണ്. पूरा भजन जो है वो गीत है. ഹല്ലേലൂയ. പക്ഷെ നമ്മളത് ഹല്ലേലൂയ. പാട്ട് രീതിയിലല്ല മിക്കവരും പറയുന്നത്. പാട്ടിന്റെ രീതിയിലല്ല നമ്മളത് പറയുന്നത്. और उसे हम गीत की रीति में गाते ही नहीं है. ഹല്ലേലൂയ. എത്രമാത്രം ദുഃഖമുണ്ടോ, चाहे कितना भी ज्यादा दुख हो, നിങ്ങൾ അധികമായി പാട്ടുകൾ പാടുക. आप अधिक गीत को गाएं. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു സന്തോഷമുള്ളവർ പാട്ട് പാടട്ടെ എന്ന്. बाइबल बताती है जो आनंदित है वो गीत को गाए. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാ, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ പാട്ടുകൾ പാടുക. मैं आपसे कहता हूं कि आपको यदि आनंद आना है तो आप गीत गाएं. ഹല്ലേലൂയ. हालेलुया. നിങ്ങളിപ്പോൾ ദുഃഖിച്ചിരിക്കുന്നവരാണോ? आप अभी दुखित हैं? സന്തോഷമാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? आप आनंदित होना चाहते हैं? നിങ്ങൾ പാട്ടുകൾ പാടിക്കൊണ്ടേയിരിക്കുക. आप गीतों को गाते ही रहें. ഹല്ലേലൂയ. हालेलुया. നിങ്ങളെ കാണുന്നവർ പറയട്ടെ, ഹല്ലേലൂയ, കർത്താവിന്റെ അത്ഭുതങ്ങൾ കൊണ്ട് അവളിലൂടെ നടക്കുന്നു, അവനിലൂടെ നടക്കുന്നെന്ന് പറയുന്ന നിലവാരത്തിൽ നിങ്ങളുടെ പാട്ടുകൾ മാറാൻ പോവാ. आपको देखने वाला ये बोले कि परमेश्वर के आश्चर्य कर्म इसके द्वारा हो रहे हैं, इस तौर पर परमेश्वर आपको बदलने जा रहा है. ഹല്ലേലൂയ. जोर से बोले हालेलुया. അപ്പോൾ ഈ പൗലോസും ശീലാസും കിടക്കുന്നത് കാരാഗ്രഹത്തിലാണ്. ഒരു കാരണവശാലും ആരാധിക്കാൻ കഴിയത്തില്ല. तो पौलुस और सिलास जो है वो बंदी गृह में किसी कारणवश भी वो वहां आराधना नहीं कर सकते. കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് हाथ കിടക്കുന്നു. और पांव उनके बंधे हुए हैं. പക്ഷെ ഇവരുടെ അകത്തൊരു മനോഭാവമുണ്ട്, കൈകാലുകൾ ബന്ധിക്കപ്പെട്ടാലും എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങൾ ആരാധന കുറയ്ക്കത്തില്ല. और इनके अंदर एक मनोभाव है कि चाहे हमारे हाथ पांव बंधे हो या कितनी भी समस्या क्यों ना हो, हम आराधना बंद नहीं करेंगे. ചില കുടുംബത്തിലെ कुछ परिवारों में ചെറിയ പ്രശ്നം വന്നാൽ छोटी समस्या आ जाए ആദ്യം മുടക്കുന്നത് കുടുംബ और പ്രാർത്ഥനയായിരിക്കും. सबसे पहले वो बंद करते हैं पारिवारिक प्रार्थना. എല്ലാ കുടുംബത്തിലും അല്ല, सब परिवार में नहीं, ചില കുടുംബത്തിൽ कुछ परिवारों में എന്തേലും ചെറിയ വഴക്കുണ്ടായാൽ മതി, छोटी सी एक लड़ाई हो जाए, ഞാനിന്ന് പ്രാർത്ഥിക്കുന്നില്ല. मैं आज प्रार्थना नहीं करूंगी. ഭാര്യയെ തോപ്പിച്ചതാ, और पत्नी को उसने हरा दिया അല്ലെ ഭർത്താവിനെ തോപ്പിച്ചതാ, या पति को हरा दिया അല്ല മക്കളെ या തോപ്പിച്ചതാ. बच्चों को हरा दिया. അവരെ ഒന്നും അല്ല തോപ്പിച്ചത്, और इन किसी को भी उसने नहीं हराया, ദൈവത്തെ ദുഃഖിപ്പിച്ചതാ. उसने परमेश्वर को दुख दिया. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും चाहे कोई भी समस्या हो, പ്രാർത്ഥന കുറയരുത്, प्रार्थना कम नहीं होना है, ആരാധന കുറയരുത്, आराधना कम नहीं होना है, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യരുത്. एडजस्टमेंट नहीं करना है. കർത്താവിനോടുള്ള ബന്ധത്തിൽ परमेश्वर से संबंध में വേറെ ഒരു കാര്യവുമായി അഡ്ജസ്റ്റ് ചെയ്യരുത്. और दूसरे किसी बातों में एडजस्ट नहीं करना है. ഇന്ന് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ഫുഡുകൾ കഴിക്കാൻ, അല്ലേ? आज हमारे बच्चों के पास बहुत सारे ऑप्शन है भोजन करने के. എല്ലാത്തിനും ഓപ്ഷൻസാ. हर बातों के लिए ऑप्शन है, പക്ഷെ യേശുവിന്റെ നാമത്തിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ല. लेकिन यीशु के नाम से दूसरा कोई ऑप्शन नहीं है. യേശുവിനോടുള്ള ബന്ധത്തിൽ ഒരു ഓപ്ഷനും പാടില്ല. यीशु मसीह से संबंधित दूसरा कोई ऑप्शन की जरूरत എന്നെ नहीं है. കേൾക്കുന്ന മാതാപിതാക്കളെ, मुझे सुनने वाले माता पिताओं, ഈ തലമുറയിൽപ്പെട്ടവരെ, इस पीढ़ी में रहने वालों, നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി യേശു എപ്പോഴും ആകണം. आपकी पहली प्राथमिकता यीशु ही होना है. ഫസ്റ്റ് പ്രയോറിറ്റി യേശു ആണെങ്കിൽ पहली प्राथमिकता यदि यीशु मसीह है, അങ്ങനെയുള്ള തലമുറയിൽപ്പെട്ടവർ എവിടെ പോയാലും ऐसी पीढ़ी वाले कहीं भी जाएं ദാനിയേലിനെ तो പോലായിരിക്കും. वो दानियल के समान होंगे. ഹല്ലേലൂയ. जोर से. സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണ്. परिस्थिति सब विपरीत है. ഹല്ലേലൂയ. പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ അനുകൂലമായി ചിലത് കൊടുത്തു ദാനിയേലിന്. प्रतिकूल अवस्था में अनुकूल कुछ दानियल को मिल गया, ഹല്ലേലൂയ. പക്ഷെ ദാനിയേൽ അതിനോട് നോ പറഞ്ഞു. लेकिन दानियल ने उससे ना कहा. അതുപോലുള്ള ചിലരും നോ പറഞ്ഞു. वैसा भी कुछ लोगों ने ना कहा. അതിന്റെ അതിലെ പ്രതിഫലമായി വന്നത് സിംഹക്കുഴിയാ. उसका प्रतिफल में जो मिला सिंह की मांद थी. പക്ഷെ സിംഹക്കുഴി ശാശ്വതമായി തുടർന്നില്ല. और सिंह की ये गुफा हमेशा निरंतर नहीं रही. ആ സിംഹക്കുഴി എന്ന കർത്താവ് ദാനിയേലിനെ പുറത്തു കൊണ്ടുവന്നില്ലേ? और
सिंह की गुफा में से दानियल को प्रभु ने बाहर निकाला कि नहीं? പ്രാർത്ഥിക്കുന്നവന് നേരെ, പ്രാർത്ഥിക്കുന്നവർക്ക് നേരെ, സ്തുതിക്കുന്നവർക്ക് നേരെ സിംഹക്കുഴിക്ക് സമാനമായ പലതും വരാം. और प्रार्थना करने वाले और प्रार्थना करने वालियों के जीवन में सिंह की उस गुफा के समान कुछ बातें आ सकती പക്ഷെ हैं, അതൊന്നും ശാശ്വതമാകത്തില്ല. लेकिन वो कोई भी बात हमेशा की नहीं അവിടെ होगी। നിന്നെല്ലാം ദൈവജനം പുറത്തു വരും. वहां हर बातों से परमेश्वर के लोग बाहर निकल आएंगे। നമുക്ക് നമ്മൾ അകപ്പെട്ട കുഴിയിൽ നിന്ന് പുറത്തു വരുന്നത് നമുക്ക് ഇഷ്ടമാണ്. हमें जो हम फंसे हुए गड्ढे हैं वहां से बाहर निकलना अच्छा लगता है, അടയപ്പെട്ട ഡോറുകൾ തുറക്കുന്നത് ഇഷ്ടമാണ്. और जाना हुआ दरवाजा खुलना अच्छा लगता है। നമ്മൾ ജെനസിസ് ടു റെവലേഷൻ വായിച്ചാൽ, लेकिन यदि हम उत्पत्ति से प्रकाशित वाक्य पढ़े, ആരുടെയൊക്കെ ജീവിതത്തിൽ ഹല്ലേലൂയ അടയപ്പെട്ട ഡോറുകൾ തുറന്നിട്ടുണ്ടോ, और किस किस के जीवन में बंद दरवाजा खुला है, അവരുടെയൊക്കെ തീരുമാനങ്ങൾ അതിന്റെ അകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. उसके निर्णय उनके जीवन में बड़ी महत्वपूर्ण थी। ഹല്ലേലൂയ. നമ്മുടെ തീരുമാനം ഇതിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലേലും കർത്താവിനെ വിട്ട് ഞങ്ങൾ പോകത്തില്ലെന്നുള്ള തീരുമാനമാണോ, നിന്നെ ഏത് കുണ്ടറയിൽ കൊണ്ടിട്ടാലും ദൈവം പൊക്കിയിരിക്കും. और हमारा निर्णय ये है क्या, यदि मुझे परमेश्वर निकाले या ना निकाले तो भी मैं परमेश्वर तुझे छोड़कर नहीं जाऊंगा, तो परमेश्वर आपको बंदीगृह से निकाल लेगा। അങ്ങനെ പറയുമ്പോ जब ऐसा हम बोलते हैं, സ്വർഗത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്തിരുത്തിയിരിക്കുന്ന പുത്രൻ അവിടെ ഇരിക്കാൻ കഴിയത്തില്ല. और स्वर्ग में पिता की दाहिनी और विराजमान पुत्र वहां पर बैठ नहीं सकता അവൻ है। തന്റെ ദൂതന്മാരെ അയക്കും. वो अपने दूतों को भेजेगा। ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ അകത്ത് ഫസ്റ്റ് പ്രയോറിറ്റി ഇതുവരെ ഉള്ളതിനപ്പുറം ശുശ്രൂഷയേക്കാൾ, ബിസിനസിനേക്കാൾ, ജോലിയേക്കാൾ, ഈ ലോകത്തുള്ള മറ്റു പല പൊസിഷനുകളേക്കാൾ കർത്താവിന് കൊടുത്താൽ ഓർത്തോ, നിനക്ക് വേണ്ടി ഏഞ്ചൽസ് അസൈൻമെന്റ് ചെയ്യാൻ വരുന്ന സമയം വിദൂരമല്ലെന്ന് ആത്മാവ് പറയുന്നു. यहाँ पर आज पवित्र आत्मा मुझसे कह रहा है, आपके जीवन की प्राथमिकता यदि आप अपने नौकरी, बिजनेस, अपने कामों से, अपने परिवार से बढ़कर यदि परमेश्वर की पवित्र आत्मा को देते हैं, परमेश्वर को देते हैं, तो आपके जीवन में स्वर्गदूत आपके लिए अपॉइंटमेंट लेकर आने को तैयार है। യേശുവിന്റെ നാമത്തിൽ ചില ദൂതന്മാരെ അവൻ അയക്കുന്നതായിരിക്കും. और यीशु के नाम से वो कुछ दूतों को यीशु अपने भेजता है। ഹല്ലേലൂയ. जोर से बोले हालेलुया। നമുക്ക് യോസഫിനെ പോലെ മാനിക്കപ്പെടാൻ ആഗ്രഹമുള്ളവരുണ്ട്. हमें यूसुफ के समान सम्मानित होने की इच्छा रखने वाले लोग यहाँ മോസസിനെ पर हैं। പോലെ മാനിക്കപ്പെടാൻ ആഗ്രഹമുള്ളവരുണ്ട്. मूसा के समान सम्मानित होने की इच्छा रखने वाले लोग यहाँ पर हैं। രൂത്തിനെ പോലെ മാനിക്കപ്പെടാൻ ആഗ്രഹമുള്ളവരുണ്ട്. रूत के समान सम्मानित होने की इच्छा रखने वाले लोग ഏലിയാവിനെ हैं। പോലെ ഉപയോഗിക്കപ്പെടാൻ ആഗ്രഹമുള്ളവരുണ്ട്. एलिया के समान इस्तेमाल में आने वाले या इच्छा रखने वाले लोग हैं। ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസിനെ പോലെ കർത്താവിന്റെ നാമത്തിൽ ഉപയോഗിക്കപ്പെടാൻ और ആഗ്രഹമുള്ളവരുണ്ട്. पौलुस के समान प्रभु के लिए इस्तेमाल में आने की इच्छा रखने वाले लोग हैं। ആഗ്രഹമുള്ളവരെ അങ്ങനെ ദൈവം ഉപയോഗിക്കാൻ और പോവാ. जो इच्छा रखते हैं उन्हें परमेश्वर वैसा इस्तेमाल करने जा रहा है। അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ और यदि ऐसा इस्तेमाल में आना है, അവർ സമർപ്പിച്ചതുപോലുള്ള സമർപ്പണങ്ങളിൽ തുടരണം. उनके समर्पण के समान समर्पण में निरंतर आगे बढ़ते चले जाना। ഹല്ലേലൂയ. जोर से बोले അപ്പോൾ हालेलुया। കാരാഗ്രഹത്തിന്റെ അകത്ത് കിടന്ന പൗലോസിന്റെയും ശീലാസിന്റെയും ജീവിതത്തിലുള്ള അസാധ്യതയെ സാധ്യമാക്കി മാറ്റിയത്, और जो बंदी गृह में पड़े पौलुस और सिलास के जीवन में जो असंभव बातें थी उसे संभव में जो बदल दिया, സ്തുതിയും ആരാധനയുമാണ്. वो स्तुति और आराधना थी। അവർ അതിന്റെ അകത്ത് കിടന്ന് ആരാധിച്ചപ്പോൾ ആരാണ് അവരെ കണ്ടത്? और वहां पर जब वो बैठकर आराधना करने लगे, कौन उन्हें देखा? ബൈബിൾ പറയുന്നു, തടവുകാർ അവരെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരുന്നു. बाइबल बताती है कि बंदी गृह के लोगों ने उसे देखा, പക്ഷെ അവരല്ല ആദ്യം അവരെ കണ്ടത്. लेकिन पहले उन्होंने उसे नहीं देखा। അവർ ആരാധനയ്ക്ക് യോഗ്യനെ ആരാധിച്ചപ്പോൾ ആരാധനയ്ക്ക് യോഗ്യനാണ് അവരെ ആദ്യം കണ്ടത്. जब उन्होंने आराधना के योग्य की आराधना की तो आराधना का योग्य वो परमेश्वर ने उन्हें देखा। സാഹചര്യമില്ലാതെ പ്രതികൂലങ്ങളിലൂടെ പോയിട്ടും അല്ലെങ്കിൽ ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ഇവിടെ വന്നവരോട്, ഈ സന്ദേശം കേൾക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുക, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ ഇതുപോലെ അല്ലെങ്കിൽ മറ്റാരും കാണുന്നതിനപ്പുറം കർത്താവ് കാണുന്നത് കൊണ്ട് ചില വാതിലുകൾ അടഞ്ഞതിന്ന് തുറക്കാൻ പോകും. और परिस्थितियों के विपरीत जो आराधना करते हैं और आराधना करने के लिए यहाँ आए हुए हैं, मैं आपसे कहना चाहता हूं कि आपको लोग देखने से पहले परमेश्वर का आत्मा, परमेश्वर आपको देख रहा है। കർത്താവ് നിന്നെ കണ്ടാൽ, यदि प्रभु आपको देख ले, ഞാൻ എപ്പോഴും പറയുന്നല്ലേ, പരിശുദ്ധമാനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ മിക്കവരിലൂടെ നിങ്ങൾ കേട്ടതായിരിക്കാം, കർത്താവ് നമ്മളെ കണ്ടെങ്കിൽ. और मैं हमेशा नहीं बोलता हूं लेकिन मैं इस समय बोल रहा हूं, और बहुत से लोग कहते हैं यदि प्रभु ने हमें देखा है, കർത്താവ് നമ്മളെ കണ്ടതാണെങ്കിൽ, यदि प्रभु ने हमें देखा है तो, മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ കർത്താവ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കും. और दूसरे लोग हमें जब देखेंगे तो समझ जाएंगे कि इसमें प्रभु है। ഈ 2022 വേൾഡ് കപ്പ് ഫുട്ബോൾ അല്ലേ? और 2020 में था, 22 में था वर्ल्ड कप
टूर्नामेंट, ഫുട്ബോൾ ഫുട്ബോൾ फुटबॉल टूर्नामेंट ആയിരുന്നു था। हाँ वैसे ही है, वैसे അപ്പോൾ അർജന്റീനയാണ് കപ്പടിച്ചത്. तो अर्जेंटीना ने कप हासिल किया മെസ്സി ആയിരുന്നു ക്യാപ്റ്റൻ. और मेसी कैप्टन था, कप्तान था। അപ്പൊ 90 മിനിറ്റ്സിന്റെ ഗെയിമാണ് നടക്കുന്നത്. और 90 मिनट का ये गेम हो रहा है, खेल। അപ്പം അതിന്റെ അകത്ത് 20 പേരോ 25 പേരോ ആയിരിക്കാം ഒരു ടീമിലുള്ളത്. तो हो सकता है उस टीम में 20-22 लोग होंगे, പക്ഷെ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത് 11 പേരാ. लेकिन मैदान में उतरने वाले 11 लोग होते हैं। അപ്പൊ ഈ 11 പേരിന്റെ അകത്ത് മെസ്സിയുടെ പൊസിഷന്റെ അകത്ത് और इस 11 लोगों में मेसी की वो जो उसका पोस्ट है उसमें, ഒരിക്കലും കോച്ച് മെസ്സിയെ ഈ 90 മിനിറ്റ്സിന്റെ അകത്ത് തിരിച്ചു എടുക്കത്തില്ല. और मेसी को 90 मिनट्स के अंदर वो कोच कभी भी वापस नहीं बुलाएगा। അഥവാ മെസ്സിയെ ഒന്ന് വലിച്ചാൽ ഒന്ന് എടുത്താൽ यदि मेसी को वहां से यदि हटा दिया जाए, എതിർ കക്ഷികൾക്ക് പ്രതിരോധിക്കത്തക്ക രീതിയിൽ ഒരാളെ അവിടെ വിടത്തുള്ളൂ. और विरोधी पार्टी को वो प्रतिरोध कर सके ऐसा एक व्यक्ति को भेजेंगे, അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ടിനെ ഇറക്കും. तो उसका सब्स्टिट्यूट भेजा जाएगा उसके बदले में। ഉറങ്ങുന്ന സബ്സ്റ്റിറ്റ്യൂട്ടിനെ ഇറക്കത്തില്ല. और सोने वाले वो बदले में उसको नहीं भेजेंगे। थैंक यू। ഒന്നെങ്കിൽ നമ്മൾ റീചാർജർ ആകും, या तो हम रिचार्जर हो जाएंगे, അല്ലെങ്കിൽ ഉള്ള ചാർജ് പോവും. नहीं तो हमारा सारा चार्ज भी चला जाएगा। റീചാർജർ ആണെങ്കിൽ यदि हम रिचार्जर हैं അവരിങ്ങനെ ഇരിക്കത്തുള്ളൂ. तो ये ऐसे करके बैठते हैं। ഈ നമുക്ക് ട്രെയിൻ റിസർവേഷൻ, നമ്മുടെ മിക്ക ട്രെയിനുകളും ലേറ്റാ. और हमारी ज्यादातर ट्रेनें लेट है ചിലതൊക്കെ റൈറ്റ് ടൈമാ. और कुछ राइट टाइम होती है। ചില സമയത്ത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ और कुछ समय हम यदि रेलवे स्टेशन में जाएंगे ഇനി 3 മണിക്കൂർ എടുക്കുമെന്ന് പറയും. और सोच 3 घंटे अभी गाड़ी लगेगी അപ്പൊ ഈ बोलता है। 3 മണിക്കൂർ അല്ലെ 4 മണിക്കൂർ എടുക്കുമെന്ന് പറയുന്ന ആളുകളുടെ ഇരിപ്പ് और 3 घंटे और 4 घंटे जो ट्रेन लेट है बोलने वालों की बैठकी आप देखिए, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. वो इस प्रकार बैठते हैं। എന്നാൽ റൈറ്റ് ടൈമിൽ ഉള്ള ട്രെയിൻ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് लेकिन जो सही समय में ट्रेन आने वाली है उनको ध्यान दीजिए, അവർ ഇരിക്കത്തില്ല. वो ऐसे ऐसे होते रहते हैं, बैठते नहीं हैं। അവർ ഇരുന്നാലും ഇടയ്ക്ക് എഴുന്നേക്കും. वो बैठने पे भी वो बीच बीच में उठेंगे। हालेलुया। നിങ്ങൾക്ക് ഒരു ട്രെയിൻ വരുന്നുണ്ട്. आपके लिए एक ट्रेन आने वाली है, നിങ്ങളെ പുറപ്പാട് ഒരുക്കത്തക്ക രീതിയിലുള്ള ട്രെയിൻ വരുന്നുണ്ട്. और आपको निर्गमन कराने के तौर पे एक ट्रेन आने वाली है। നിങ്ങൾക്ക് തീരുമാനിക്കാം 3 ദിവസം കഴിഞ്ഞ് വന്നാൽ മതിയോ, 3 മണിക്കൂർ കഴിഞ്ഞ് വന്നാൽ മതിയോ, അതോ മെട്രോ ട്രെയിൻ പോലെ സ്പീഡിൽ പോകുന്ന ട്രെയിനിൽ നിങ്ങൾ പോകണോ. आपको ही निर्णय लेना है कि 2 दिन आने वाली ट्रेन में बैठना है कि और बाद में आने वाली या मेट्रो ट्रेन के समान बैठना है हमें। ഞാൻ വളരെ കുറച്ച് ആളുകളോടാണ് ആത്മീയ മേഖലയിൽ കണക്റ്റഡ് ആയിട്ടുള്ളത്. मैं बहुत ही थोड़े लोगों के साथ आत्मीय क्षेत्र में अभी संबंध स्थापित कर पाया। എന്റെ ചെറുപ്രായത്തിൽ നേരിട്ട് ദൈവികമായ എൻകൗണ്ടർ എനിക്ക് ഉണ്ടായിട്ടുള്ളതാണ്. मेरी छोटी उम्र में ही सीधा परमेश्वर के साथ मेरा मुठभेड़ हुआ है। ഒരു ഈ ഭൂമിയിലുള്ള ഒരാളിൽ നിന്ന് കിട്ടുന്നതിന് മുമ്പേ ദൈവികമായ എൻകൗണ്ടർ നേരിട്ട് എന്റെ ഒരു 7 വയസ്സിനകത്ത് और ഉണ്ടായിട്ടുള്ളതാണ്. पृथ्वी के किसी व्यक्तियों से कुछ मिलने से पहले परमेश्वर के साथ मुठभेड़ मेरी 7 साल की उम्र में हो चुकी है। അതിനുശേഷം കയ്യിലെണ്ണാവുന്ന ചില അഭിഷിക്തരുമാരുമായിട്ട് ചില പ്രായങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ദൈവികമായ ഇടപെടൽ और ഉണ്ടായിട്ടുണ്ട്. कुछ गिनती के द्वारा वो परमेश्वर के अभिषिक्तों के द्वारा, और मैं आगे जब बढ़ने लगा तो परमेश्वर के साथ मेरी मुठभेड़ हुई। ഹല്ലേലൂയ. हालेलुया। കർത്താവ് നോക്കും ഇവരുടെ ട്രെയിൻ, ഇവരുടെ പുറപ്പാട്, ഇവന്റെ പുറപ്പാട്, ഇവനോടുള്ള വാക്തത്വം 3 ദിവസം കഴിഞ്ഞ് മതിയോ 300 ദിവസം കഴിഞ്ഞ് മതിയോ എന്നുള്ളത് ഇരിപ്പ് കാണുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനറിയാം. और परमेश्वर का आत्मा ये देखता है कि इसको जो प्रतिज्ञा दिया है वो 3 साल में दूं, 30 साल में दूं, उनकी बैठकी देख के समझ आ जाता है। ഹല്ലേലൂയ. हालेलुया। അപ്പൊ നമ്മൾ മെസ്സിയുടെ ഒരു ഉദാഹരണം तो പറഞ്ഞു. हमने മെസ്സിയുടെ मेसी का एक उदाहरण दिया, അപ്പൊ മെസ്സിയെ അങ്ങനെ മാറ്റത്തില്ല. और मेसी को वहां से हटाया नहीं जा सकता। അപ്പൊ എനിക്ക് ഇദ്ദേഹത്തിന് മെസ്സി ആകാൻ ആഗ്രഹമാണ്. और यदि इनको मेसी होने की इच्छा है, ഇദ്ദേഹം ഞാൻ മെസ്സി ആണെങ്കിൽ, उदाहरण में यदि मेसी ഞാൻ हूं, മെസ്സി അല്ല, मैं मेसी नहीं हूँ, മസിഹായുടെ ഒരു അഭിഷിക്തനാണ്. मैं मसीहा का एक अभिषिक्त हूँ। ഉദാഹരണം ഞാൻ മെസ്സി तो ആണെങ്കിൽ उदाहरण यदि मैं मेसी हूँ ഇദ്ദേഹം ആഗ്രഹിക്കുകയാണ് എന്റെ സ്ഥാനത്ത് കളിക്കണമെന്ന് और ആഗ്രഹിച്ചു. ये सोच रहा है मेरे स्थान पे खेले, ഹല്ലേലൂയ. ഇദ്ദേഹം ഉറങ്ങിയാ പറ്റത്തില്ല. और ये सोने से काम नहीं चलेगा। രണ്ടാമത് കോച്ച് തീരുമാനിക്കണം. दूसरी बात, कोच निर्णय लेना है। കോച്ച് ഹോളി സ്പിരിറ്റ് ആണ്. कोच पवित्र आत्मा है, ഹോളി സ്പിരിറ്റ് തീരുമാനിക്കണം. पवित्र आत्मा निर्णय लेना है। രണ്ടാമത് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന കോച്ച് എന്നോട് പറയണം, और दूसरा ये होली स्पिरिट जो कोच है वो मुझसे कहना है, ഇന്നത്തെ കളിയുടെ ഇന്ന ടൈം ആവുമ്പോൾ നിന്നെ ഞാൻ മാറ്റും, വേറൊരാളെ കയറ്റുമെന്ന് കോച്ച് എന്നോടും പറയണം. आज के खेल के इस समय के बाद मैं तुझे यहाँ से हटा दूंगा, ये कोच भी मुझसे बोलना है। ഗെയിം ജയിക്കാൻ വേണ്ടി കോച്ച് പറഞ്ഞത് കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കി ഞാൻ ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ ഇദ്ദേഹത്തെ കൊണ്ടു നിർത്തും. और गेम जीतने के लिए यदि होली स्पिरिट जो कोच है वो कहेगा कि हाँ अब तेरा समय हो गया,
तब वो उसको वहां से हटा देगा। ഇദ്ദേഹം എൻ്റെ കൂട്ട് പെർഫോം ചെയ്യത്തില്ല, ये मेरे साथ परफॉर्म नहीं करेगा, ഇദ്ദേഹം പ്രതിരോധിക്കാൻ വേണ്ടി വരുന്ന ആളാണ്. ये प्रतिरोध करने के लिए आ रहा है। ഓരോരുത്തർക്കും ഓരോ പോസ്റ്റ് ഉണ്ട്. एक एक जनों को एक पोस्ट है, പക്ഷേ ഇദ്ദേഹവും ടീമിലുള്ള ആളാ, നിങ്ങളും ടീമിലുള്ള लेकिन ആളാ. ये भी टीम का व्यक्ति है, आप भी टीम के व्यक्ति ഏത് हैं। ടീമിന്റെ? किस टीम के? ദൈവരാജ്യത്തിന്റെ. परमेश्वर के राज्य के। ദൈവരാജ്യത്തിന്റെ ടീമിൽ നിങ്ങളുണ്ട്. परमेश्वर के राज्य की टीम में आप हैं। സാത്താന്റെ ഗോൾ പോസ്റ്റിൽ ഗോൾ അടിക്കുന്ന പോരാളികളാകാൻ ദൈവത്തിന് ചിലരെ വേണം. और शैतान के गोल पोस्ट में गोल करने के लिए कुछ सैनिकों की परमेश्वर को जरूरत है। ഹല്ലേലൂയ, हालेलुया। ഹല്ലേലൂയ. ഇപ്പോൾ ഒരാൾ നമ്മളോട് വന്ന ഒരു ദൂത് പറഞ്ഞു, നമ്മുടെ പാസ്റ്റ് പറഞ്ഞു, പ്രസന്റ് പറഞ്ഞു, ഫ്യൂച്ചർ പറഞ്ഞു. യെസ് എന്ന് പറഞ്ഞിരുന്നാൽ പോരാ, അതിനൊത്തവണ്ണം പിന്നീട് കാണണം, കേൾക്കണം, നടക്കണം. അങ്ങനാണെങ്കിൽ പിന്നെ നീ അനേകരോട് ദൂത് പറയുന്ന, അനേകരെ ഡെലിവറൻസിലേക്ക് നയിക്കുന്ന, അനേകരെ കർത്താവിലേക്ക് നയിക്കുന്ന ഒരു പാത്രമായി കർത്താവ് നിന്നെ മാറ്റും. और एक व्यक्ति हमसे आकर एक संदेश को कह रहा है, एक भविष्यवाणी को कह रहा है, और हम उसे सुनकर बैठे हुए हैं, उससे काम नहीं चलेगा। उसको सुनकर उसके अनुसार जब आप प्रतिक्रिया करते हैं, आगे बढ़ते हैं, तो उसके अनुसार परमेश्वर आपके जीवन में अद्भुत काम करता है। ദൈവം നിങ്ങളെ ഏത് പോസ്റ്റിലാക്കിയിരിക്കുന്നു? परमेश्वर आपको किस पोस्ट में, पद में रखा है? പുൾപിറ്റിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് മാത്രമല്ല പ്രതിഫലം. और ये पुलपिट में मंच पे खड़े हमें सिर्फ प्रतिफल नहीं है। ദൈവനാമത്തിൽ എന്ത് ചെയ്താലും അതിന് പ്രതിഫലമുണ്ട്. परमेश्वर के नाम के निमित्त आप जो कुछ भी करेंगे उस सब बातों का प्रतिफल है। ദൈവരാജ്യത്തിന് ദൈവസഭയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിന് പ്രതിഫലമുണ്ട്. परमेश्वर के राज्य और परमेश्वर के कलीसिया के लिए आप जो कुछ करते हैं उन सब बातों का प्रतिफल है।